പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ചുള്ള കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവരാണ് മനുഷ്യൻ. അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. വഞ്ചിയിൽ യാത്ര ചെയ്ത അവസരത്തിൽ വള്ളക്കാരൻ ഒരു വിലപിടിപ്പുള്ള പങ്കുവയ്ക്കൽ നടത്തി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇത് ദളിത് ക്രിസ്ത്യൻസിന്റെ കടവാണ്. കുറച്ചുകൂടി അങ്ങോട്ട് മാറുമ്പോൾ സജാതിയുടെ കടവുണ്ട്. ഈ കടവ് എല്ലാവരെയും ശുദ്ധരാക്കി. കടവിനറിയാമോ സജാതിയരെന്നോ വിജാതിയരെന്നോ? അതെല്ലാവരെയും ശുദ്ധരാക്കി. ഈ വെള്ളക്കാരൻ പറഞ്ഞത് വലിയൊരു അറിവാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എല്ലാവരെയും ശുദ്ധീകരിക്കുന്ന ഒരു കടവാണ് പുഴ. ആ കടവായി മാറണം നമ്മളൊക്കെ. നമ്മുടെ ജീവിതം എല്ലാവരെയും ആദരിക്കുന്ന, എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു ജീവിതമാകണം എന്നുള്ള ചിന്ത അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഏതൊരു ജീവിതത്തിലും ഈ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് എല്ലാവരെയും ആദരിക്കുവാൻ, എല്ലാവർക്കും അവർ സജാതിയെന്നോ വിജാതിയെന്നോ നോക്കാതെ അവരെ ആദരിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് ഈശോ നമ്മളോട് പറയുകയുണ്ടായി. നമ്മുടെ ജീവിതവും എല്ലാവരെയും മാനിക്കുന്നു, എല്ലാവരെയും ആദരിക്കുന്നു ഒരു ജീവിതമാക്കി മാറ്റുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.